ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിൽ നടന്ന സംഘർഷങ്ങൾക്ക് പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് ആണ് എന്ന് മുൻ DGP പറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരും ഈ ആക്രമണത്തിന് പിന്നിലുണ്ട് എന്ന് രാജ്യസഭാ MP ബ്രിജ്ലാലും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇവർ രണ്ടും ഇപ്പോൾ ബംഗ്ലാദേശികൾ ഒന്നും തന്നെ ഇപ്പോൾ ഹൽദ്വാനിൽ അവശേഷിക്കുന്നില്ല, അവരെല്ലാം നാടുവിട്ടിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയും കൂടി ഇതിനോടൊപ്പം പുറത്തു വരുന്നു. കാരണം ഇതൊരു പ്ലാൻഡ് ആയിട്ടുള്ള ആക്രമണ സംഭവം, അത് പെട്രോൾ ബോംബ് ഉൾപ്പെടെ തന്നെ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചുകൊണ്ട് ഒരു ആക്രമണ സംഭവത്തിന് മുൻപോട്ട് ഒരുങ്ങുകയായിരുന്നു. അതിനായിട്ട് ഗ്യാൻവാപ്പി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി സോഷ്യൽ മീഡിയയിൽ കുത്തിയിളക്കി ഒരു സംഘർഷത്തിന് സജ്ജമാക്കി നിർത്തിയിരിക്കുന്നു. പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യയിൽ നിരോധിച്ച സംഘടനയാണെങ്കിൽ പോലും അതിൻ്റെ സ്ലീപ്പർ സെല്ലുകളും മറ്റും ആക്റ്റീവായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണിത്. ഉത്തരാഖണ്ഡിൽ കഴിഞ്ഞ കുറേ നാളുകളായി അനധികൃത മദ്രസകൾ കെട്ടിപ്പോക്കുന്നത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത് പൊളിക്കണമെന്ന് പറഞ്ഞു. വഖഫ് ബോർഡ് തന്നെ അത് പൊളിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ഏതായാലും പോലീസിന് നേരെ നടന്ന സംഘടിതമായൊരു ആക്രമണ സംഭവമായിരുന്നു. ഇതുവരെ ഇതിൽ കൊല്ലപ്പെട്ടത് 6 പേരാണ്. 15ഓളം പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയ വിവരം. ഈ അറസ്റ്റ് ചെയ്തവർക്കൊന്നും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.